ഏതൊരു രാജ്യത്തിൻ്റെയും അടിസ്ഥാനം അതിൻ്റെ ഐക്യത്തിലും സമഗ്രതയിലുമാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്നു. ദേശീയ ഐക്യദിനം ഒക്ടോബർ 31. വിവിധ മതങ്ങൾ, വിഭാഗങ്ങൾ, പ്രദേശങ്ങൾ, പ്രാദേശിക ഭാഷകൾ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ഒന്നായിരിക്കുക എന്നതാണ് ഐക്യമെന്നാൽ അർത്ഥമാക്കുന്നത്. എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്ര സംഭവമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായോ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ദേശീയ ഐക്യദിനത്തിൻ്റെ ചരിത്രം ഇന്ത്യയുടെ മികച്ച രാഷ്ട്രീയ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മയാണ് നാം രാഷ്ട്രീയ ഏകതാ ദിവസത്തിലൂടെ ആഘോഷിക്കുന്നത്. 2014 മുതലാണ് ഇന്ത്യ ഗവൺമെൻറ് ഒക്ടോബർ 31 ദേശീയ ഐക്യദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ ഒന്നിച്ചു ചേർക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച അതിവിശിഷ്ടമായ നടപടികളോടുള്ള നന്ദി പ്രകാശനമായി കൂടെയാണ് നാഷണൽ യൂണിറ്റി ഡേ നാം കൊണ്ടാടുന്നത്. സർദാർ പട്ടേലിൻ്റെ 145ാമത് ജന്മദിനമാണ് ഈ ഒക്ടോബർ 31 നാം ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ദേശീയ ഐക്യദിനം നാം ആഘോഷിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? 2014 നരേന്ദ്രമോദി സർക്കാരാണ് രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത്. സർദാർ പട്ടേലിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി റൺ ഫോർ യൂണിറ്റി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഏകീകരണത്തിൽ സർദാർ പട്ടേൽ വഹിച്ച പങ്കിനെ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ ഒരു ആചരണത്തിലൂടെ ഓരോ ഭാരതീയനെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും പറ്റി ഉദ്ബോധിപ്പിക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ദേശീയോദ്ഗ്രഥനം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ വളർത്തുന്നത് എന്നതിനെപ്പറ്റിയും ജനങ്ങളെ ബോധ്യമാക്കുക എന്നതും നാഷണൽ യൂണിറ്റി ഡേയുടെ ലക്ഷ്യമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നും ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന സർദാർ പട്ടേൽ 1876 ഒക്ടോബർ 31 ഗുജറാത്തിൽ ജനിച്ചു. ബാരിസ്റ്ററും മികച്ച രാഷ്ട്രതന്ത്രജ്ഞനുമായ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളുമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി ജനങ്ങളെ സമന്വയിപ്പിക്കുന്നതിനായി അദ്ദേഹം കഠിന പരിശ്രമം നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ ഒരു ഇന്ത്യൻ ഫെഡറേഷനായി നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കോളനിവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 500-ൽ പരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ 1947 മുതൽ 1949 വരെയുള്ള സമയത്തിനുള്ളിൽ അദ്ദേഹം പ്രാപ്തനായി. ആധുനിക രീതിയിലുള്ള ഓൾ ഇന്ത്യ സർവീസ് സിസ്റ്റം ആരംഭിച്ച ഇദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസുകളുടെ രക്ഷാധികാരി എന്നും അറിയപ്പെടുന്നു. 1928 ബർദോളി സത്യാഗ്രഹത്തിലൂടെയാണ് പട്ടേൽ രാഷ്ട്രീയ മേഖലയിൽ പ്രസിദ്ധി ആർജിച്ചത്. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിന് ശേഷമാണ് പട്ടേൽ സർദാർ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്ന രാജ്യങ്ങളെ സ്വാതന്ത്ര്യപൂർവ്വം അസഷനിൽ ഒപ്പുവെപ്പിച്ചതും കാർക്കശ്യപൂർവ്വം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതും പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെയും മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നിവയുടെ ഉപദേശക സമിതിയുടെ ചുമതല വഹിച്ചതും വല്ലഭായ് പട്ടേലാണ്. 1950 ഡിസംബർ 15 തൻ്റെ 75ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ബോംബെയിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. മരണാനന്തരം ബഹുമതിയായി 1991 ഭാരത് രത്ന പുരസ്കാരം നൽകി രാജ്യം പട്ടേലിന് ആദരമർപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ നർമ്മദ നദിക്ക് സമീപം പട്ടേലിൻ്റെ ഒരു പ്രതിമയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. ഏകദേശം 182 മീറ്റർ ഉയരമാണ് അതിനുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ
2013 ഒക്ടോബർ 31 ആരംഭിക്കുകയും 5 വർഷത്തിന് ശേഷം 2018 ഒക്ടോബർ 30 പൂർത്തിയാക്കുകയും ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേൽ യൂണിറ്റി അവാർഡ് 2019 സെപ്റ്റംബർ 20 മുതൽ നൽകാൻ തുടങ്ങി. ദേശീയ തലത്തിൽ ഐക്യം വളർത്തുന്നതിനായി ഇത് ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ നൽകപ്പെടുന്നു. അയൺ മാൻ ഓഫ് ഇന്ത്യ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ അവാർഡ്. ഇന്ത്യയിലെ ഐക്യത്തിൻ്റെ പിതാവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. നാം ഐക്യത്തെ പിന്തുണയ്ക്കുകയും അത് ലഭിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും വേണം. ജനങ്ങൾക്കിടയിൽ ദേശീയ ഐക്യം നിലനിൽക്കുമ്പോൾ മാത്രമേ രാഷ്ട്രം നിലനിൽക്കൂ. ഏവർക്കും ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.